ഹലോ ഗേസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമുക്ക് കുറച്ച് ആറ്റുമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ടൂറിസ്റ്റ് ഹോമിന് പിന്നിലായിട്ട് ആറാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് മീൻ ചൂണ്ടയിട്ട് പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കുറേ ഉണ്ട് കേട്ടോ. അതാണ്ടേ കണ്ടോ, അതിലേറ്റവും വലിയൊരു മീൻ ഇതാണ്. അത് കണ്ടിട്ട് പക്ഷേ ആറ്റുമീനായിട്ട് ഒന്നുമില്ല, തിലോപ്പിയാണെന്ന് തോന്നുന്നു. പക്ഷേ അത് ബാക്കിയെല്ലാം ആറ്റുമീനാണ് കേട്ടോ. എല്ലാം ഒരു ഇടത്തരം, പിന്നെ ചെറിയ മീനുമാണ്. വലിയ മീനിനേക്കാളും ചെറിയ മീനാകുമ്പോഴത്തേക്ക് നല്ല മൂപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും അല്ലേ? അങ്ങനെ അതിനായിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, എരിവുള്ള 2 സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഒന്ന് കുഴയ്ക്കുക. അതിനുശേഷം ബാക്കി പാകത്തിന് കുറച്ച് വെള്ളം കൂടി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അരപ്പ് കുഴച്ചെടുക്കുക. മീൻ പൊരിക്കാൻ ഉപയോഗിക്കുന്ന അരപ്പിൽ വെളിച്ചെണ്ണ ചേർക്കുന്നത് കൊണ്ട് തന്നെ മീൻ പൊരിച്ചെടുക്കുമ്പോൾ കുറച്ച് മാത്രമേ എണ്ണ കുടിക്കാറുള്ളൂ. മാത്രമല്ല മീനിൽ അരപ്പെല്ലാം നന്നായി പിടിക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ. ചെറിയ മീനുകളായതുകൊണ്ട് തന്നെ ഞാൻ അതിനെ പ്രത്യേകിച്ച് വരഞ്ഞിട്ടൊന്നുമില്ല. വലിയ മീൻ മാത്രമേ വരഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം ചെറിയ സൈസാണ്. അപ്പം അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അരപ്പ് നന്നായിട്ട് പിടിപ്പിക്കണം. മീനിൽ നന്നായിട്ട് അരപ്പ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഞാനത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഒരു അടുപ്പ് കത്തിച്ച് അതിലേക്ക് ചീനി പാത്രം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വീഴ്ത്തി അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിവേപ്പില ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മീനൊന്നും അതിൻ്റെ അരപ്പൊന്നും അടിയിൽ പിടിക്കാതിരിക്കാനായിട്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ട് കൊടുത്താലും ഇതുപോലെ മീനിൻ്റെ ഈ ചട്ടിയിൽ അടിയിൽ അങ്ങനെ പിടിക്കാറില്ല. അപ്പം വലിയ മീനാണ് ആദ്യം ഇട്ടത്. അത് കഴിഞ്ഞ് കുഞ്ഞു കുഞ്ഞു മീനൊക്കെ സൈഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്നിനി മൂത്ത് വരുമ്പം മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഗൈസ്, ഒരു ഭാഗം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ മീനും കൂടെ ഒക്കെ ആയതുകൊണ്ട് തിരിച്ചിടുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു പോകുമെന്ന് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഒന്നും തന്നെ ഉടഞ്ഞിട്ടില്ലായിരുന്നു. നന്നായിട്ട് തിരിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനിൻ്റെ മണം അടിച്ചപ്പോൾ തന്നെ മക്കൾ വന്ന് എത്തി നോക്കിയിട്ട് പോകുന്നുണ്ടായിരുന്നു. എന്തായ അമ്മയും മീൻ പൊരിച്ച് കഴിഞ്ഞോ, മൂത്തോ എന്ന് തിരക്കി മക്കൾ രണ്ടും അപ്പുറം വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. മീൻ ഏകദേശം നന്നായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോന്നോരോന്നായിട്ട് ഞാൻ കോരിയെടുക്കാൻ തുടങ്ങി. 2 ദിവസം നന്നായി മൂത്ത് കഴിഞ്ഞപ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ ഗൈസ്. കണ്ടോ ഗൈസ്, എണ്ണ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നീട് എണ്ണ വീഴ്ത്തിയിട്ടില്ല. അതിനുശേഷം പിന്നെ ആ വലിയ മീനിൻ്റെ തലയും കുറച്ച് മീനും കൂടെ വീണ്ടും എടുത്ത് ബാക്കി പൊരിക്കാനായിട്ട് ഇട്ട് കൊടുത്തു. 3 സ്റ്റെപ്പായിട്ട് കുറച്ച് മീനായിട്ടിട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. മൊത്തത്തിൽ ഒരു ബൗൾ നിറച്ച് മീനുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി ഇതിന്ന് കുറച്ചൊക്കെ മക്കളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറക്കൊണ്ട് പോയി കഴിക്കാനായിട്ട്. അപ്പോൾ പിന്നെ മീനൊക്കെ റെഡിയായ സ്ഥിതിക്ക് ഡെക്കറേഷനും ഒന്ന് ടേസ്റ്റ് ചെയ്യുകയാവാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ മീനും 2 ചെറിയ മീനും കൂടെയൊക്കെ വെച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് കുറച്ച് നാരങ്ങ നീരൊക്കെ പൊഴിഞ്ഞ് മക്കൾക്ക് കൊണ്ട് കൊടുത്തു. അപ്പോൾ മക്കൾ കഴിച്ചിട്ട് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അവർക്ക്. അല്ലാതെ നാരങ്ങ നീരൊന്നും വീഴ്ത്താതെ മക്കൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും നാരങ്ങ നീര് വീഴ്ത്തിയപ്പം അവർക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ടേസ്റ്റൊക്കെ ആ നാരങ്ങ നീരിൻ്റെയും കൂടെ ആ പുളിപ്പും കൂടെ വന്നപ്പം നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റായിരുന്നു. അല്ലാതെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് നാരങ്ങ നീരൂടെ ചേർത്ത് ആ ചൂടോടെ തന്നെ ആ മീൻ കഴിക്കുമ്പോഴത്തേക്ക് മീനിൻ്റെ ആ സൂപ്പർ ടേസ്റ്റ് നന്നായിരിക്കും. ഒരു പറ ചോറിടാൻ നമുക്ക് ആ ഒരു മീൻ മാത്രം മതിയായിരിക്കും. മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവരത് കഴിച്ചതിന് ശേഷം ചോറുമായിട്ട് വീണ്ടും കോരി വെച്ചൊക്കെ കഴിക്കുകയായിരുന്നു. അപ്പം എല്ലാവരും ഇനി ആറ്റുമീനൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്.